ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഒരു പറ്റിയ ഐറ്റാണ് ഗോൾഡൻ കളറുള്ള ഒരു RC കാറാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന മൊത്തം RCയുടെ ടോട്ടൽ വെർത്ത് എന്ന് പറയുന്നത് ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേരായിട്ട് കമൻറ്റ് അടിക്കുന്ന സംഭവമാണ് എൻ്റെ RC കാറിൻ്റെ കളക്ഷൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട്. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലുള്ള സകലമാന RC കാർസിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ നിങ്ങളൊരു RC കാർസ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ RC കാർസിനെ പറ്റിയിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളൊരു RC കാർ മേടിക്കുമ്പോൾ അത് ഹോബി ഗ്രേഡ് ആണോ, അത് സെമി ഹോബി ഗ്രേഡ് ആണോ, എൻട്രി ലെവൽ ഹോബി ഗ്രേഡ് ആണോ, അത് ടോയ് ഗ്രേഡ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതൊക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ മാറ്റി തരാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫസ്റ്റിനെ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് നെക്സ്റ്റ് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ഹോളിലാണ്. സോ എൻ്റെ RC കാർസിൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഷോക്കേസിലാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ കുറച്ച് RC ഐറ്റംസ് ഉണ്ട്. ഒരു RC റോബോട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ RC കാർസ് മാത്രമല്ല എൻ്റെ കയ്യിലുള്ള എല്ലാ ടൈപ്പ് RCസും ഞാൻ കാണിച്ചു തരും. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ കയ്യിലുള്ള ഒരു RC ബൈക്ക് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ലെഗോ മോഡൽ പോലത്തെ ഒരു ഐറ്റാണ്. ലെഗോ അല്ല, അങ്ങനെ നമുക്ക് ഡൈകാസ്റ്റ് പോലെ മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സൂപ്പറാണത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ വാങ്ങിച്ച എൻ്റെ RC കാർ. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന RC കാർ ഉണ്ട്. അതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ച RC കാർ. പിന്നെ കുറേ ഡൈകാസ്റ്റ് മോഡൽ RC കാർസൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ. പിന്നെ ഒരു RC പ്ലെയിൻ ഇരിക്കാൻ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു RC ഷാർക്ക് ഉണ്ട്. പിന്നെ RC ബോട്ട് ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ കയറി വരുന്ന ഇതിൽ ഈ ഒരു ഷോക്കേസിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു RC 8 കാലിയാണ്. RC സ്പൈഡറാണ് ഐറ്റം. അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഷോക്കേസിലുള്ളത്. ഇനി എൻ്റെ മെയിൻ കാർ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. RC കാർസിൻ്റെ കളക്ഷൻസ് ഇവിടെ നിന്നിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാറ്. സോ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീപ്പ് റാംഗ്ലർ അവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കിഡിലായിട്ട് ഉണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഒരു 1:6 സ്കെയിലൊരു ഐറ്റാണ്. പിന്നെ ഇരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ RCസിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. സോ നമുക്കിവിടെ RC ബോട്ട് വരുന്നുണ്ട്. ഇത് RCയുടെ സ്കൈലൈനാണ്. പിന്നെ ഒരു RC ഹെലികോപ്റ്റർ ഉണ്ട്. ഇതിലുള്ള ഒട്ടുമിക്ക RC കാർസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ്. യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ യൂക്ലിക്കിൻ്റെ കടബന്ത്രയിലുള്ള കടയിൽ പോയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഞാൻ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കടയിൽ പോയി മേടിക്കണമെങ്കിൽ അവരുടെ കടയുടെ ലിങ്കും ലൊക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പോണതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ്. വേറെ ഒന്നല്ല, നമ്മുടെ അഗാരോടെ ഹെഡ് ആൻഡ് സ്കാൽപ്പ് മസാജർ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുകയാണ്, ഒരു ഹെഡ് മസാജ് ഒക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബോക്സ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സോ ഈ ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ചാർജിങ് കേബിൾ ഇട്ടുന്നുണ്ട്. ഇതൊരു മാഗ്നറ്റിക് ചാർജിങ് കേബിൾ ആണ്. റിസ്റ്റഡ് ആയിട്ടുള്ള റിസ്റ്റ് ബാൻഡ് വന്നിട്ടുണ്ട്. ആണ് ഇതിന്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത്. മെയിൻ ഐറ്റം ഇതാണ് നമ്മുടെ ഹെഡ് മസാജർ എന്ന് പറയുന്നത്. വൗ ഗൈസ്, ഇവനാണ് നമ്മുടെ ഐറ്റം. സോ ഈ ഐറ്റത്തിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഐറ്റം നമുക്ക് ഓൺ ആക്കേണ്ടത് ഈ ഭാഗത്ത് സ്വിച്ച് കാണാൻ പറ്റും. ഇത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഓൺ ആയിട്ടുണ്ട്. ഓഫ്, രസമുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 4 റൊട്ടേറ്റിംഗ് മസാജിങ് ഹെഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് സിലിക്കോൺ ഹെഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. സോ നമുക്ക് അധികം റഫ് ഒന്നും തോന്നില്ല നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത്. സോ ഇത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആണ് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടണിൽ നിങ്ങൾ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ കൈന്റെ പോലത്തെ ഒരു ഡിസൈൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടാണ് ഇത് പിടിക്കാനൊക്കെ. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഐറ്റം. അതുപോലെ തന്നെ IPX7 വാട്ടർ പ്രൂഫ് ആണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് യൂസ് ചെയ്താലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് 15 മിനിറ്റിന്റെ ഒരു ഓട്ടോ ടൈമർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇയർ വാറന്റി ആണ് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ ഹെഡ് മസാജ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ സ്കാൽപ്പ് നല്ല പോലെ മസാജ് ചെയ്ത് തന്നിട്ട് നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. നല്ല രീതിയിൽ സ്ട്രെസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ ഈ ഐറ്റം ഇത് ഓണാക്കുക, തലയിൽ വയ്ക്കുക. നല്ല രസമാണ് സംഭവം. തലയിൽ കിടന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് തരുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് ഈ നെക്കും ഇത് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വൃത്തിയാക്കണമെങ്കിൽ ജസ്റ്റ് ഊരെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം വാട്ടർ വെച്ചിട്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ ചാർജർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ചാർജ് ആവുന്നതാണ്. നമ്മുടെ ഈ കാണുന്ന ഐറ്റം നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ അടിപൊളിയായിട്ട് സഹായിക്കുന്നതാണ്. സോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഡ്രോണുകളുണ്ട്. ഇതാണ് എൻ്റെ കയ്യിലത്തെ ഡ്രോണുകൾ എന്ന് പറയുന്നത്. സോ അത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടാ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഡ്രോൺസ് എന്ന് പറയുന്നത്. ഇതെനിക്കൊരു ടീം പ്രൊമോഷൻ തന്നതാണ്. സോ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്നു നമ്മുടെ RC ബോട്ടും കാര്യങ്ങളും. ഇതൊരു ഹോബി ഗ്രേഡ് അല്ല, ഇതൊരു എൻട്രി ലെവൽ ഹോബി ഗ്രേഡ് RC ബോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കിഡിലൻ ഡ്രിഫ്റ്റിംഗ് എന്താ പറയുക നമ്മുടെ സ്കൈലൈനാണ്. കേട്ടോ R34 ആണ് ഐറ്റം. സി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇതിൻ്റെ ടയറൊക്കെ
നല്ല രീതിയിൽ ബെൻഡാവും. നമ്മുടെ സാധാ കാർ പോലെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബെൻഡാവണ ടൈപ്പ് മോഡലാണ്. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഐറ്റം. സോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിക്കിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇതാണ് നമ്മുടെ ജീപ്പ് റാംഗ്ലർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 29K 30K ഒക്കെ വർത്ത് വരുന്നതാണ്. ഇതിൻ്റെ ഒരു 32K ഒക്കെ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഒരു വിഞ്ച് വരുന്ന മോഡൽ കിട്ടും. ഇത് 4x4 ആയിട്ടാണ്. അത്യാവശ്യം കിഡിലിനായിട്ട് ക്ലൈംബ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇതാണ് നമ്മുടെ ഐറ്റം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രോങ്കോ ആണ്, HB ടോയ്സിൻ്റെ. അത് WL ടോയ്സിൻ്റെ ആണ്. ഇത് HB ടോയ്സിൻ്റെ ആണ്. സോ ഈ HB ടോയ്സിൻ്റെ ഇത് വരുന്നത് നമുക്കൊരു 32, 34 ആ റേഞ്ച് വരുന്നുണ്ട്. കാരണം ഇതിൽ വിഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു പക്ക ഒരു ഹോബി ഗ്രേഡ് മോഡലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്രോങ്കോയും ഈ കാണുന്ന ജീപ്പ് റാംഗ്ലറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് കുറച്ച് കുറവാണ്. പക്ഷേ ഇതിന് സ്പീഡ് 18 കിലോമീറ്റർ ഫാസ്റ്റ് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്ലൈംബിംഗ് കാപ്പബിലിറ്റി കുറച്ച് കൂടുതലുള്ളത് അതിനാണ്. ഇതിന് ക്ലൈംബിംഗ് കാപ്പബിലിറ്റി അടിപൊളി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബോഡി വെയിറ്റ് തീരെ ഇല്ലാത്ത കാരണം തന്നെ നമുക്ക് ഇത് മറിഞ്ഞ് വീഴാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്താണ് ബോഡി വെയിറ്റ് കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മറിച്ചിൽ കുറവാണ്. പിന്നെ സ്പീഡും കുറവായ കാരണം തന്നെ അത്യാവശ്യം ക്രൗളിങ്ങിനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് പ്രൊഫഷണലായിട്ട് എന്താ പറയുക, നമുക്ക് റേസൊക്കെ നടത്താൻ പറ്റും. അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഇതിൽ മറ്റേ മോഡൽ വിഞ്ച് വരുന്നില്ല, ഇതിൽ വിഞ്ച് വരുന്നുണ്ട്. പിന്നെ ഒരു എൻട്രി ലെവൽ ഐറ്റമാണ് ഈ കാണുന്ന BMW ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഏകദേശം 50 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ഒരു കിഡിലിനായിട്ടാണ്. അത്യാവശ്യം കിഡിലും ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടത് എൻ്റെ വീഡിയോ ആണ്. ഓക്കെ, അത്യാവശ്യം കിഡിലം മോഡലാണ്. സോ 50 കിലോമീറ്റർ ഫാസ്റ്റിൽ 8,000 റുപ്പീസാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിനെല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. ഈ ഒരു കാർ ഇവിടെ ഇരിക്കുന്നത് വെച്ചിട്ട് ഇത് RC കാറല്ല, ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ആയില്ലേ ലിങ്ക് കൊടുത്തേക്കാം. ഇത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അത്യാവശ്യം അടിപൊളി പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അവിടെ ബാക്കിൽ USB ഇതൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മേലെ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു BMWൻ്റെ ഒരു 4 സീരീസിൻ്റെ ഒക്കെ ഒരു M4ൻ്റെ ഒക്കെ ഒരു ലുക്കിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. ആർക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഡൈകാസ്റ്റ് മോഡലിൽ വയ്ക്കാൻ പറ്റും. അതുപോലെ പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ക്രൗളൂസ്, നമ്മുടെ എക്സ്കവേറ്റർ അവിടെ ഉണ്ട്. ഇത് എൻ്റെ ഞാൻ മുന്നേ വാങ്ങിച്ച ഒരു ചെറിയ എക്സ്കവേറ്ററാണ്. ഇത് നമുക്ക് ഈ അടുത്തത് വാങ്ങിച്ച നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്ന് വാങ്ങിച്ചാണ്. ഏകദേശം 12,000 രൂപയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ മെയിൻ RC കാർസിൻ്റെ കളക്ഷൻ കാണണമെങ്കിൽ ഈ റൂമിലേക്ക് വരണം. ഇതേ ഇരിക്കുന്നത് നമ്മുടെ ശരിക്കുള്ള RC കാർസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന കാറുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ മലേഷ്യ പോയപ്പോൾ വാങ്ങിച്ച നമ്മുടെ പോളോ ആണ്. 14,000 രൂപയ്ക്കാണ് ഞാൻ അവിടെ വാങ്ങിച്ചത്. പക്ഷേ ഈ നമ്മുടെ ഇന്ത്യയിൽ മേടിക്കണമെങ്കിൽ 16,000 17,000 ഒക്കെ വരും. കാരണം ടാക്സും കാര്യം കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് നമ്മുടെ ജീപ്പ് വില്ലീസിൻ്റെ മോഡലിലൊരു RC ആണ്. ഇത് ഞാൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ആപ്പിൽ വാങ്ങിച്ചതാണ്. പിന്നെ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് ഞാൻ നമ്മുടെ കോപ്റ്റർ പോയിൻ്റ് എടുത്ത് കൊടുത്ത് ശരിയാക്കിയതൊക്കെയാണ്. പിന്നെ ഇതൊരു പിക്കപ്പ് ട്രക്കാണ്. ഈ പിക്കപ്പ് ട്രക്കും ഇതും അത്യാവശ്യം നൈസാണ് ഐറ്റം, കുഴപ്പമൊന്നുമില്ല. 4 വീൽ ഡ്രൈവാണ്. ഏകദേശം ഒരു 9,000 8,000 ഒക്കെ റേറ്റ് വരും ഈ റേറ്റത്തിന്. പിന്നെ ഈ കാണുന്ന ജിംനി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഞാനിപ്പോൾ അധികം വാങ്ങാറില്ല. കാരണം അതിലിപ്പോൾ നമുക്ക് അധികം ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ ഷിപ്പിംഗ് ഭയങ്കര കുറവാണ്. സോ അതുപോലെ തന്നെ ഈ കാണുന്ന ബോക്സ് ഉണ്ട്. ആ കാണുന്ന ബോക്സിൻ്റെ ഐറ്റാണ് ഇരിക്കുന്നത്. നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലിൻ RC കാർസാണ്. പിന്നെ ഇത് അത്യാവശ്യം അഡ്വഞ്ചർ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. ഒരു 13,000 12,000 ആ റേഞ്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്രൊഡക്റ്റാണ്. പിന്നെ ഈ കാണുന്നത് ക്രൗളേഴ്സാണ്. ഇത് MNRCയുടെ, ഇത് FMSൻ്റെ ആണ്, ഇത് MNൻ്റെ ആണ്, ഇത് MS78, ഇത് MS72. ഓക്കെ, ഇത് FMSൻ്റെ ഒരു 18,000 രൂപ വരുന്ന ഒരു കിഡിലൻ ക്രൗളറാണിത്. ഇതൊരു 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ക്രൗൾ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റുന്ന ഒരു കിഡിലൻ ഇതാണ് നമ്മുടെ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഈ എയർ ഗൺ ഉണ്ട്. ഈ എയർ ഗൺ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതല്ല, ഇത് ഓഫ്ലൈൻ വാങ്ങിച്ചതാണ്. ഒരു കടയിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ലിങ്ക് കാര്യങ്ങൾ തരാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ RC കാർസൊക്കെ വേണമെങ്കിൽ, ഡ്രിഫ്റ്റിംഗ് RC കാർസൊക്കെ വേണമെങ്കിൽ ഇത് ചെറിയ ഡ്രിഫ്റ്റിംഗ് RC കാറാണ്. ഇത് അത്യാവശ്യം 4 വീൽ ഡ്രൈവാണ്. അത്യാവശ്യം ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ യൂക്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു മോഡലും പിന്നെ ആയിരിക്കുന്ന ഒരു മോഡലും. ഇതുപോലത്തെ പിക്കപ്പ് ട്രക്സൊക്കെ ഉണ്ട്. RC കാർസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്കും തുടയ്ക്കണം. ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ തുടയ്ക്കാറുണ്ട്, ഏറ്റവും അടിയിൽ നിന്ന് ഞാൻ എടുക്കാറില്ല. പിന്നെ ഈ കാണുന്ന അത്യാവശ്യം സുസുക്കിയുടെ ഒരു കിടിലൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല പിക്കപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ ഇത്ര ഐറ്റംസാണ് എൻ്റെ RC കാർസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നത് ഒരു RC ഡോഗാണ്. ഇത് ജസ്റ്റ് പാട്ട് കേൾക്കാൻ അങ്ങനത്തെ നമുക്ക് പിള്ളേർക്കൊക്കെ പറ്റുന്ന ഒരു കിഡിലായിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ പജേറാണ്. ഞാൻ ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. അന്ന് വാങ്ങിച്ചത് അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് അസംബിൾ ചെയ്യണ ഒരു രീതിയിലാണ് വന്നത്. പിന്നെ ഞാൻ കോപ്റ്റർ ബോയിൻ്റെ എടുത്ത് കൊടുത്ത് നമുക്ക് ഫുള്ളി അസംബിൾ ചെയ്ത് കിട്ടുകയാണ് ചെയ്തത്. ഈ കാണുന്ന കാറുകളുടെ റേറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങളൊരു കാർ മേടിക്കുമ്പോൾ, ഒരു RC കാർ മേടിക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ളത് ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോബി ഗ്രേഡ് ഏതാ, ടോയ് ഗ്രേഡ് ഏതാ, സെമി ഹോബി ഗ്രേഡ് ഏതാ, എൻട്രി ലെവൽ ഹോബി ഗ്രേഡ് ഏതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഇവിടെ കുറച്ച് കാർസ് ഉണ്ട്. സോ ഇതൊക്കെ എല്ലാം നമ്മുടെ ടോയ് ഗ്രേഡ് ഐറ്റംസ് ആണ്. ഈ ടോയ് ഗ്രേഡിൽ തന്നെ നമുക്കൊരു 1 2 3 എന്ന് പറഞ്ഞ കാറ്റഗറി ഒക്കെ ആക്കാം. കാരണം അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പക്ക ടോയ് ഗ്രേഡ്. അതിൻ്റെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടോയ് ഗ്രേഡ് തന്നെ, പക്ഷേ അതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ആവും. തേർഡ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിൽ
ലൈക്ക് ടോയ് ഗ്രേഡ് തന്നെ ആയിരിക്കും, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിൽ കുറച്ച് ഫീച്ചേഴ്സും കുറച്ചധികം ഉണ്ടായിരിക്കും. സോ എൻ്റെ കയ്യിലുള്ള ഈ കാണുന്ന ഡ്രിഫ്റ്റിംഗ് കാർസ് എന്ന് പറയുന്നത് ഇത് പക്ക ടോയ് ഗ്രേഡ് ഐറ്റംസ് ആണ്. ഒരു 1500 രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന അത്യാവശ്യം പിള്ളേർക്കൊക്കെ വാങ്ങിച്ചിറക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. ടോയ് ഗ്രേഡ് ഐറ്റാണ്. ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ വലിയ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. ഒരു 10-20 കിലോമീറ്റർ ഫാസ്റ്റിൽ ഐറ്റം ഓടും ചെയ്യും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു സെക്കൻഡ് ലെവൽ ടോയ് ഗ്രേഡ് എന്ന് പറഞ്ഞത് അത് ഇതാണ്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി സ്പീഡ് കൂടുതലാണ് ഈ ഒരു മോഡലിന്. നേരത്തെ പറഞ്ഞ പോലെ ഇത് സെക്കൻഡ് ഗ്രേഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതൊരു ടോയ് ഗ്രേഡ് അല്ലാണ്ടാവുന്നില്ല. സംഭവം ടോയ് ഗ്രേഡ് ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ കാണുന്ന എക്സ്കേവേറ്റർ ആണെങ്കിൽ ഇത് പക്ക ടോയ് ഗ്രേഡ് ആണ്. അതേപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു ഐറ്റം ഇത് ടോയ് ഗ്രേഡ് ഐറ്റം ആണ്. നമുക്കിതിൽ ഇതിപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ ടയേഴ്സ് നമുക്ക് എന്താ പറയുക റൈറ്റ് ലെഫ്റ്റ് ഒന്നും തിരിക്കാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് ഇത് റൈറ്റ് ലെഫ്റ്റ് തിരിച്ചാൽ തന്നെ ഇത് ഇങ്ങോട്ട് കിടന്ന് തിരിയുള്ളൂ. ഓക്കെ, അടുത്തേക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് 3rd ലെവൽ ടോയ് ഗ്രേഡ്, അതാണ് ഈ കാണുന്ന ജിംനി എന്ന് പറയുന്നത്. സോ ഇത് 4x4 ആയിട്ടാണ്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക ക്രൗൾ ചെയ്തിട്ട് നമുക്ക് ക്രൗൾ ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ബാക്കിലത്തെ ഡോർ തുറക്കാം, അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡോർ തുറക്കാം. പക്ഷേ സംഭവം ടോയ് ഗ്രേഡ് ആണ്, പക്ഷേ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് എത്താം. സംഭവം പക്ക അടിപൊളിയാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ഈ കാണുന്ന നമ്മുടെ വില്ലീസ് ടോയ് ഗ്രേഡിൽ തന്നെ നമുക്കൊരു 3rd പൊസിഷൻ കൊടുക്കാൻ പറ്റും. 4-wheel ഡ്രൈവ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സസ്പെൻഷൻ കിട്ടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രൗളിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഡീറ്റെയിലിങ്സ് ഒക്കെ അടിപൊളിയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു 3rd ലെവൽ ടോയ് ഗ്രേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരിക്കലും ഒരു ഹോബി ഗ്രേഡ് ആയിട്ട് അല്ല, ഒരു സെമി ഹോബി ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ പ്രത്യേകിച്ച് സസ്പെൻഷനോ ഓയിൽ സസ്പെൻഷൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വരുന്നില്ല. പിന്നെ സ്പീഡ് ആണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഫാസ്റ്റിലേക്ക് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കാരണം നമുക്കൊരു 3rd ഗ്രേഡ് ടോയ് ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 3rd ലെവൽ നമുക്ക് ഒരു ടോയ് ഗ്രേഡ് എന്ന് പറയാൻ പറ്റും. 3rd ലെവൽ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 1st, 2nd, 3rd അങ്ങനെ. അപ്പോൾ അതിൽ ടോപ്പ് ലെവലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ക്രൗളേഴ്സ് ആണ്. എൻ്റെ കയ്യിൽ ഒരു 4 ക്രൗളേഴ്സ് ഉണ്ട്. സോ ഈ 4 ക്രൗളേഴ്സിൻ്റെ ഒരു ഇതെല്ലാം ഒരു സെമി ഗ്രേഡ്. അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് FMSൻ്റെ ഒരു ഹോബി ഗ്രേഡ് ഐറ്റം തന്നെ. അതിൽ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റും. 1st, 2nd, 3rd അതിൽ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോബി ഗ്രേഡിൽ തന്നെ ലോ ഗ്രേഡ്. ഇതൊരു വലിയ ഫാസ്റ്റ് ഒന്നുമല്ല. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ക്രൗൾ ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഡ്രാഗ് ബ്രേക്ക് ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് FMSൻ്റെ. സോ ഇത് നമ്മുടെ ലാൻഡ് ക്രൂസറാണ്. ഇതൊരു എൻട്രി ലെവൽ ഒരു ഹോബി ഗ്രേഡാണ്. എൻട്രി ലെവലായിട്ട് നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 4x4 എന്ന ഐറ്റം. പക്ഷേ ഇത് വലിയ രീതിയിലുള്ളൊരു ക്രൗളറല്ല. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഒരു ഡൈക്കാസ് പോലെ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സോ അതേപോലെ തന്നെ ഉള്ളതാണ് MNRCയുടെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇതൊരു ജീപ്പ് ഷെറോക്കിയാണ് ഐറ്റം. അത്യാവശ്യം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഈ സെയിം ലാൻഡ് ക്രൂസറിനെ പോലെ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ക്രൗൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മാരക ഐറ്റമല്ല. അതും ഒരു സെമി ഹോബി ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. സെമി ഹോബി ഗ്രേഡിൽ തന്നെ ഒരു ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റും. ഇത് ഒരു പിക്കപ്പ് ട്രക്കാണ്, പക്ഷേ ഇതൊരു ക്രൗളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 4x4 ആയിട്ടാണ്. ഒരു 10,000 റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഇതൊരു സെമി ഹോബി ഗ്രേഡാണ്. സെമി ഹോബി ഗ്രേഡിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ക്രൗളേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് കുറച്ചുകൂടി എൻ്റെ കയ്യിലുള്ള നമ്മുടെ ജീപ്പ് റാംഗ്ലറും ബ്രോങ്കോയും ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിലുള്ളത് നമുക്ക് വിഞ്ച് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൽ അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല, വിഞ്ചോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നോക്കടാ തുറക്കാനേ പറ്റും. അങ്ങനെ അപ്പോൾ ഞാൻ അത് കാണിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് RC കാർസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ മറ്റേ ബാങ്കുടിയിൽ വാങ്ങിച്ചതാണ്. ഈ ടെസ്ലയുടെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വെറും 1500 രൂപ കൊടുത്തപ്പോൾ എനിക്ക് വാങ്ങിച്ചതാണ്. പിന്നെ ഈ കാണുന്ന ഓട്ടോറിക്ഷയും ഞാൻ നമ്മുടെ ബാങ്കുടിയിൽ വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പോഴൊന്നും അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്നറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഈ കാറൊക്കെ ഇത് ഏകദേശം ഒരു 10-50 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ഒരു കിട്ടുന്ന കാറാണ്. ഗൈസ്, അപ്പോൾ ഇനി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഒരു 10, 50, 60, 70 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന കാറുകളാണ്. സോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് എൻ്റെ കയ്യിലുള്ള ഒരു അഡ്വഞ്ചർ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. സോ ഷിച്ച്വി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം 1:14 സ്കെയിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 10-70 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ഒരു കിടിലൻ 4x4 ആയിട്ടാണ്. അപ്പോൾ ഇതൊരു വേണമെങ്കിൽ ഒരു എൻട്രി ലെവൽ ഹോബി ഗ്രേഡാണ് ഐറ്റം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം വരുന്നത് പക്ക പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ അത്യാവശ്യം നല്ല കിടിലൻ സസ്പെൻഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു സെമി ഹോബി ഗ്രേഡ് ലെവലിൽ തന്നെ ഒരു എൻട്രി ഹോബി ഗ്രേഡ് ലെവലിൽ തന്നെ ഒരു 3rd പൊസിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ടോപ്പ് ലെവൽ പൊസിഷൻ കൊടുക്കാൻ പറ്റുന്ന ഐറ്റാണ്. അത്യാവശ്യം കിടിലൻ ഐറ്റാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് 1:14 ആണ്. ഒരു 1:10 അല്ലെങ്കിൽ 1:8 ആ റേഞ്ചൊക്കെ വരുമ്പോൾ ആണ് നമുക്കൊരു ഹോബി ഗ്രേഡിൻ്റെ തന്നെ നമുക്കൊരു ടോപ്പ് ലെവൽ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ റൈറ്റാണ്. ഇതൊരു പക്ക ഒരു ടോയ് ഗ്രേഡ് ആയിട്ടാണ്. പക്ഷെ എന്നാലും ഒരു 30-35 കിലോമീറ്റർ ഫാസ്റ്റിലോടും. ഇതിൻ്റെ ബാക്ക് വീൽ ഡ്രൈവ് ആണ് വന്നിരിക്കുന്നത്, ഓൾ വീൽ ഡ്രൈവ് അല്ല.
ഇത് ഫ്രണ്ടിലത്തെ ടയർസൊക്കെ വെറുതെ കൊടുത്തകന്ത. ഇതൊരു ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഒരു പറ്റിയൊരു ഐറ്റമാണ്. ഗോൾഡൻ കളറുള്ള ഒരു RC കാറാണ്. പിന്നെ കാണിച്ചു തരാൻ പോകുന്നത് ഈ കാണുന്ന പോളോ ആണ്. എൻ്റെ മുന്നിൽ കിടിലൈറ്റാണ്. ഞാൻ വാങ്ങിച്ചത് ഏറ്റവും വെർത്തായിട്ടുള്ള ഐറ്റമാണ്. ഓയിൽ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. 4x4 ആണ് ഐറ്റം. അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ 3 ടയേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അടിഭാഗം സ്റ്റീലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ ഐറ്റം പൊട്ടിയാലൊക്കെ മാറ്റാൻ പറ്റും. ഇതാണ് ഐറ്റം 1:14 സ്കെയിൽ വരുന്ന RC പോളോ. ഇതൊരു ഹോബി ഗ്രേഡ് ആയിട്ടാണ്. ഹോബി ഗ്രേഡിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ലെവലൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൻ്റെ തന്നെ 1:10 സ്കെയിലൊക്കെ ഉണ്ട്. കിഡിലൈറ്റ്. അതിൻ്റെ ഉള്ളിൽ ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 2000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കിടിലൻ പ്രൊഡക്റ്റാണ്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്കിൻ്റെ കയ്യിൽ നമ്മുടെ സംഭവം ഐറ്റം ഉണ്ട്. ഈ കാർ വന്നത് നമ്മുടെ MJXൻ്റെ ആണ്. MJXൻ്റെ പോളോ, അതുപോലെ MJXൻ്റെ സിട്രോൺ ഉണ്ട്. സോ ആ ഈ 2 മോഡലും അത്യാവശ്യം കിടിലൻ പ്രൊഡക്റ്റാണ്. ഞാൻ അതിൻ്റെ ഒരു ചാലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചാനലും ചെക്ക് ചെയ്ത് നോക്കും. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സെമി ഹോബി ഗ്രേഡ് ലെവലിൽ തന്നെ 3rd പൊസിഷൻ നമുക്ക് ടോപ്പ് ലെവലിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. ഈ കാണുന്ന സ്കൈലൈനാണ് ഐറ്റം. അത്യാവശ്യം കിടിലായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻഡോർ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഐറ്റം. മെറ്റൽ ബോഡിയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് വീൽ ഡ്രൈവാണ് ഐറ്റം. 4x4 അല്ല, പക്ഷേ എന്നാലും ഈ ഫ്രണ്ടിലത്തെ ടയർ ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല പോലെ ഡ്രിഫ്റ്റിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാറാണ്. ഇതിൻ്റെ തന്നെ ടോപ്പ് ലെവൽ ഐറ്റംസ് ഉണ്ട് വേറെ. പക്ഷേ ഇത് നമുക്കൊരു അത്യാവശ്യം നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. 8000 റുപ്പീസാണ് റേറ്റ് വന്നിരിക്കുന്നത്. സംഭവം കൊള്ളാം, നൈസാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തരാൻ മറന്നൊരു ഐറ്റമാണ് ഈ കാണുന്ന BMW എന്ന് പറയുന്നത്. BMWൻ്റെ E30 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു 50 km ഫാസ്റ്റിൽ ഓടുന്ന ഒരു കിടിലൻ ഐറ്റാണ്. അടിഭാഗത്ത് മെറ്റൽ റോഡൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു എൻട്രി ലെവൽ ഹോബി ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു 50 km ഫാസ്റ്റിൽ ഓടുന്നതും അത്യാവശ്യം സസ്പെൻഷനും പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. സോ ഇതൊരു ടോയ് ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഫസ്റ്റ് ലെവൽ ഒരു ഹോബി ഗ്രേഡ് എന്ന് പറയാം. അല്ല, ഒരു ഫസ്റ്റ് ലെവൽ സെമി ഹോബി ഗ്രേഡ് എന്ന് പറയാവുന്ന ഒരു ഐറ്റമാണ്. അത്യാവശ്യം നൈസാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. ഐസപ്പി എൻ്റെ കയ്യിൽ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട്. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു സെമി ഹോബി ഗ്രേഡ് അല്ലെങ്കിൽ എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്കവേറ്ററാണ് ഐറ്റം. ഇതിൽ നമുക്ക് ഒരു മെയിൻ ഹോബി ഗ്രേഡിൽ എന്താണോ ഉണ്ടാവുന്നത് അതിലത്തെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. ഇതിൽ ലൈക്ക് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫുള്ളി 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡി വന്നത് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഇത് സ്റ്റീലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് സെറ്റപ്പ് ആയിട്ടാണ്. നമുക്ക് കടലിലൊക്കെ പോയിട്ട് അടുത്ത മണൽ മാന്താനൊക്കെ സംഭവം അടിപൊളിയാണ്. സോ ഒരു ഐറ്റം ഒരു എൻട്രി ലെവൽ ഹോബി ഗ്രേഡിൻ്റെ ഒരു സെക്കൻഡ് പൊസിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളതാണ് ഈ കാണുന്ന ഒരു ബോട്ട് എന്ന് പറയുന്നത്. 25 km ഫാസ്റ്റിൽ ഓടുന്ന അത്യാവശ്യം ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. പക്ഷേ ഇതും ഒരു എൻട്രി ലെവൽ ഐറ്റാണ്. എൻട്രി ലെവൽ ബോട്ടാണ്. എൻട്രി ലെവൽ ഹോബി ഗ്രേഡിൽ വരുന്ന ഒരു സെക്കൻഡ് പൊസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പിന്നെ കാണുന്നത് ഈ കാണുന്നൊരു ഹെലികോപ്റ്ററാണ്. കാണാൻ ചെറുതാണെങ്കിലും സംഭവം അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന റിമോട്ടാണ്. നമുക്കൊരു പ്രൊഫഷണൽ റിമോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ ഇതും ഒരു ഹോബി ഗ്രേഡ് ലെവലല്ല, ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഹോബി ഗ്രേഡ് അല്ല. അതിൻ്റെ താഴത്തെ ഒരു ലെവലിൽ കൊടുക്കാൻ പറ്റുന്ന ഐറ്റാണ്. ലൈക്ക് നിങ്ങൾക്ക് കൺട്രോൾസ് ഒക്കെ പഠിക്കാനായിട്ട് ജസ്റ്റ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 RC കാർസ് ആണ്. ഒന്നാമതെന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഈ കാണുന്ന ബ്രോങ്കോ ആണ്. 1:10 സ്കെയിലിൽ വരുന്നത്. കിടിലൻ ഐറ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 4x4 ഐറ്റാണ്. ഓയിൽ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. കേട്ടോ, ഇതാണ് ഐറ്റം. നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാൻ പറ്റും. വിഞ്ച് വരുന്നുണ്ട്. 18 km ഫാസ്റ്റ് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫാസ്റ്റിൽ ഓടിച്ചിട്ട് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഐറ്റം കെട്ടിമറിഞ്ഞ് വീഴും. അത് ചെറിയൊരു പോരായ്മയാണ്. സസ്പെൻഷനൊക്കെ കണ്ടാ വേറെ ലെവലാണ് ഐറ്റാണ്. ഇത് ഹോബി ഗ്രേഡിൻ്റെ സെക്കൻഡ് ലെവൽ കൊടുക്കാൻ പറ്റും. കാരണം ഇതിൽ തന്നെ നമുക്ക് ഹോബി ഗ്രേഡിൽ തന്നെ നമുക്ക് ടോപ്പ് ലെവൽ ഐറ്റംസ് വേറെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളി മെറ്റൽ ബോഡി ആയിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേക്കുള്ള റേറ്റ് കൂടിയത്, അതേപോലെ തന്നെ 1:8, 1:6 ലെവലിലൊക്കെ ഉള്ള കിടിലൻ വണ്ടികൾ വേറെ ഉണ്ട്. സോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹോബി ഗ്രേഡ് ലെവലിൽ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് പൊസിഷൻസ് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് HB ടോയ്സിൻ്റെ തന്നെ ഒരു ഹോബി ഗ്രേഡ് ലെവലിൽ തന്നെ, പക്ഷെ അതിൻ്റെ തന്നെ ഒരു ലോ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ വേറൊരു ഐറ്റം തന്നെയാണ് നമ്മുടെ WL ടോയ്സിൻ്റെ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതിനേക്കാൾ നമ്മുടെ ഹോബി ഗ്രേഡ് നമ്മുടെ ബ്രോങ്കോനേക്കാളും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ ബോഡി നിൽക്കുന്നത് മെറ്റൽ ബോഡി വന്നിട്ടുണ്ട്. അല്ല, മെറ്റലല്ല, ഇത് കിടിലൻ പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അടിയത്തെ ടയറിൻ്റെ ഈ ഭാഗം കണ്ട ഇതൊക്കെ മെറ്റലാണ്, ഇത് പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഓയിൽ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കിടിലായിട്ട് ക്രൗൾ ചെയ്ത് കയറും. നമ്മുടെ ഈ കാണുന്ന ബ്രോങ്കോയേക്കാളും ക്രൗൾ ചെയ്ത് അത്യാവശ്യം കയറും ഐറ്റം.
1:10 സ്കെയിലാണ് വന്നിരിക്കുന്നത്. ഉള്ളിലത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ അടിപൊളിയാണ്. ഈ ഇതിൽ നമുക്ക് വിഞ്ച് വരുന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് 15 കിലോമീറ്റേഴ്സ് ഇതിന്റെ ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അത്ര ടോപ്പ് സ്പീഡിൽ സംഭവം അടിപൊളിയാണ്. നല്ല ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 29,000 ആണ്. ഇതിന്റെ വിഞ്ചുള്ള മോഡലുണ്ട്, അതിന്റെ ഒരു 32-33 ആ റേഞ്ച് വരും. സംഭവം അടിപൊളിയാണ്. ഇത് നമുക്ക് ഹോബി ഗ്രേഡ് ലെവലിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹോബി ഗ്രേഡിൻ്റെ തന്നെ ഒരു സെക്കൻഡ് ലെവലൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള 2 കിടിലൻ വണ്ടികൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ RC കാർസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്ക് കോൺടാക്ട് ചെയ്യുക. താഴത്തെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള RC കാർസിൻ്റെ എല്ലാം മൊത്തത്തിലുള്ള ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഞെട്ടാ റെഡി ആയിക്കോ. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഗൈസ്. സോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 23 RC കാർസ് എന്തോ ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഇതിലും വലിയ കിടിലൻ ഐറ്റംസ് ഇനി വരാൻ പോകുന്നുണ്ട് നമ്മുടെ ചാനലിൽ. ആടാ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. സോ ഇത് എൻ്റെ കളക്ഷൻസ് ആണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഗിവ് അവേ കൊടുക്കുന്നില്ലെന്ന്. നമ്മൾ ഗിവ് അവേ കൊടുക്കണമെന്നില്ല, നമ്മളിത് കളക്ഷൻ പോലെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ മേടിക്കാന്ന് പറഞ്ഞാൽ ചിലവുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന മൊത്തം RCയുടെ ടോട്ടൽ വെർത്ത് എന്ന് പറയുന്നത് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.